ചേട്ടാ, ട്രംപിനെ കണ്ട് അല്ലേല് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ അതാ ട്രംപിന് വധഭീഷണി വന്നിരിക്കുന്നു. അത് ട്രംപ് പ്രധാനമായും ഭയക്കുന്നത് ഇറാനെയാണ്. അത് ട്രംപിന് ഇട്ട് തുറന്ന് പറയാനും മടി. ഇത് എങ്ങനെ ശരിക്കും നോക്കി കാണുന്നത്? ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ട്രംപ് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. അത് ട്രംപ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അല്പസമയം മുമ്പ് ഇറാൻ്റെ പരമോന്നത നേതാവ് മുജ്തബ ഖംനെയി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ, അതായത് ഞങ്ങൾ പകരം വീട്ടും, ഞങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് ഞങ്ങൾ പകരം വീട്ടും, പകരം വീട്ടേണ്ട ഓരോ ആളുടെയും പട്ടിക ഇനം തിരിച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇല്ലാതായാൽ പോലും ആ പകരം വീട്ടൽ ഉണ്ടാകുമെന്നാണ് മുജ്തബ പറയുന്നത്. അതായത് ട്രംപിനെ വധിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അധികം വൈകാതെ മുജ്തബ ഖംനെയി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഞങ്ങളുടെ എതിരാളികളെ ഒന്നൊന്നായി ഇല്ലാതാക്കും, പ്രതികാരം ചെയ്യും, പ്രതികാരത്തിന് വേണ്ടിയുള്ള പട്ടിക ഞങ്ങൾ. ഇത് തന്നെയാണ് ഇസ്രായേലും പറഞ്ഞത്. ഇറാൻ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്. ആ ഹിറ്റ് ലിസ്റ്റിൽ പ്രഥമ പരിഗണന അല്ലെങ്കിൽ ആദ്യത്തെ പേരുകാരിൽ ഒരാൾ ട്രംപാണ്. ഇത് രണ്ടും ഇപ്പോൾ കണക്റ്റ് ആവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്ക് അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ് എന്ന്. അപ്പോൾ ട്രംപിനെ ഇറാൻ്റെ ഏതെങ്കിലും ഒരു പ്രോക്സി ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ചാവേറിനെ ഉപയോഗിച്ച് വധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് ഒരു പ്രോക്സി നെറ്റ്വർക്കുള്ള രാജ്യമാണ്. അതായത് ഇപ്പോൾ ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള, ഇറാഖിലെ മിലീഷ്യകൾ പോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇറാന് ചാര നെറ്റ്വർക്കുകൾ ഉണ്ട് എന്ന് അമേരിക്ക തന്നെ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇത്തരം നെറ്റ്വർക്കുകളിൽ ആക്റ്റീവായിട്ട് ഇറാനുണ്ട്, ഇറാന് പങ്കാളിത്തമുണ്ട്. അതായത് ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ്, തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് ഇറാനെ അമേരിക്കയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്ന ആ തിന്മ എന്ന് പറയുന്നത് ഇത്തരം നെറ്റ്വർക്കുകളുടെ വളർച്ച കൂടിയാണ്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് സംഹാരം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതുപോലുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇറാനെ സംബന്ധിച്ച് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാരമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, അല്ലെങ്കിൽ ആത്മീയമായി വൈകാരികമായി അവർ നിൽക്കുന്നൊരു മൊമെൻ്റാണ്. ആ മൊമെൻറ്റത്തിലേക്ക് ആക്രമണം നടത്താൻ പോലും ട്രംപ് ശ്രമിച്ചു. 13 രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിലക്കി. മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആ സംസ്കാര ചടങ്ങിനുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ആക്രമണം നടത്താൻ കഴിയില്ല, അത് അന്താരാഷ്ട്ര പ്രശ്നമായി മാറും. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? മറ്റ് രാജ്യങ്ങളിലുള്ള പ്രതിനിധികളെ മുഴുവൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. 13 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പിന്മാറി. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറാനോടുള്ള ആദരസൂചകമായിട്ട് തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തു. അതായത് ഇവിടുത്തെ മിത്രങ്ങൾ, വർഗീയവാദികൾ പറയുന്നത് പോലെ ഇറാൻ ഒരു തീവ്രവാദ രാഷ്ട്രമാണെന്നും ഇറാനെ ഉന്മൂലനം ചെയ്യണമെന്നും ഇറാനുമായി യാതൊരു അടുപ്പവും പാടില്ല എന്നുമുള്ള വാദമല്ല നമ്മുടെ സർക്കാരിനുള്ളത്. നമ്മുടെ രാജ്യം ഇറാനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. നയതന്ത്രപരമായി ഇറാനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുപ്പം കാണിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് ഖാംനെയുടെ സംസ്കാര ചടങ്ങിന് നമ്മുടെ പ്രതിനിധികൾ പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല രാജ്യങ്ങളും ഇറാനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാനേതാ ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓരോ ആക്രമണങ്ങൾക്ക് വേണ്ടി കൊപ്പുകൂട്ടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലും ആക്രമണം നടന്നു. ഖാംനെയുടെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങിലേക്ക് പോലും ആക്രമണത്തിന് ശ്രമിച്ചു. അല്ലെങ്കിൽ അതേ സമയത്ത് തൊട്ടടുത്ത് ദ്വീപ് സമൂഹങ്ങളിലേക്ക് ആക്രമണം നടത്തി. അവിടെ ആണവ നിലയത്തിലേക്ക് പോലും ആക്രമണം നടത്തി. ഈ ബുഷഹർ ആണവ നിലയം എന്ന് പറയുന്നത് കുവൈറ്റുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി, ആണവ വികിരണം ഉണ്ടായത് കുവൈറ്റിനെ പോലും ബാധിക്കും. അതായത് അമേരിക്ക ഒരേ സമയം ഗൾഫ് രാജ്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ചങ്ങാത്തമാണ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളെ തകർക്കുന്ന വിധത്തിലേക്കുള്ള ഒരു അറ്റാക്ക് ഇറാനിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. കാരണം കുവൈറ്റിലേക്ക് ആണവ വികിരണം ഉണ്ടായി കഴിഞ്ഞാൽ കുവൈറ്റിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? ആ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് അതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം കിളി പറന്ന അല്ലെങ്കിൽ വെകിളി അല്ലെങ്കിൽ വിറളിയൊക്കെ പിടിച്ച അവസ്ഥയിലാണ്. പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇപ്പം ലാസ്റ്റ് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അദ്ദേഹം പറഞ്ഞു, ഇറാൻ കീഴടങ്ങുകയാണ്, ഇറാൻ ഞാനുമായി ചർച്ച നടത്തി. എന്തിനാണ് ചർച്ച നടത്തുന്നത്? വെടിനിർത്തൽ. ഇപ്പം ട്രംപ് പറഞ്ഞു, ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ വെടിനിർത്തൽ അവസാനിപ്പിക്കില്ല. ഇതാണ് ട്രംപ് പറയുന്നത്. ഇതിലൊരു വൈരുദ്ധ്യം നോക്കുക. ട്രംപ് തന്നെ പറയുന്നു ഇറാൻ കാൽക്കീഴിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഇറാൻ ഞങ്ങളുടെ കാല് പിടിക്കുകയാണ്, ഞങ്ങളുമായി ചർച്ചയ്ക്ക് വന്നു, എങ്ങനെയെങ്കിലും ചർച്ചകൾ നടത്തണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ഞാൻ ആ ചർച്ചകൾക്ക് സമ്മതം മൂളി. ഈ ചർച്ച എന്ന് പറയുന്നത് എന്തിനാണ്? വെടിനിർത്താൻ വേണ്ടിയിട്ടാണ്. അതിന് അതേ വാഗുകൊണ്ട് ട്രംപ് പറയുകയാണ്, ഞങ്ങൾ വെടിനിർത്തൽ അവസാനിപ്പിക്കില്ല, വെടിനിർത്തലിലേക്ക് പോകില്ല, ശക്തമായിട്ട് ആക്രമണം നടത്തും. അപ്പോൾ ഇറാൻ എന്തിനാണ് പിന്നെ ചർച്ച നടത്തുന്നത്? ഇറാനുമായിട്ട് എന്തിനാണ് ചർച്ച നടത്തുന്നത്? വെറുതെ സംസാരിച്ചിരിക്കുകയാണ്. അതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം.
പിന്നെ രണ്ടാമതായി ഈ മുജ്തബ ഖാംനെയി എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിന്റെ ചാര ഏജൻസികൾക്ക് മൊസാദിനും ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് പറയാനുള്ള എന്തായാലും വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, കാര്യം തിരിച്ചടി എന്തായാലും ഉറപ്പാണെന്ന്. അല്ല, മുജ്തബ ഖാംനെയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ മുജ്തബ ഖാംനെയി ലൈവാണ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ വാക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇസ്രായേലി ഇന്റലിജൻസ് പറഞ്ഞ അതേ കാര്യം, ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അടിക്കും എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൽ ട്രംപ് ഉണ്ടെന്നുള്ളതാണ് ഇവർ പറഞ്ഞത്, ഇസ്രായേൽ പറഞ്ഞത്. അപ്പോൾ ട്രംപിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും എന്ന നിലയിലേക്ക് ചിന്തിച്ചാലും അതിൽ നമുക്ക് ഒരു അതിശയോക്തി കാണാൻ കഴിയില്ല. കാരണം ഇത്രയും നാൾ എല്ലാവരും ഇറാനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഇറാൻ ഒന്നിനും കൊള്ളില്ല, ഇറാനെ കൊണ്ട് ഒരു യുദ്ധം ചെയ്യാൻ കഴിയില്ല, അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചാൽ ഇറാനെ തകർക്കും, ഇറാനെ തീർക്കും, ഇറാൻ്റെ ഭരണകൂടം മാറും. പക്ഷേ അതൊന്നുമല്ല സംഭവിക്കുന്നത്. ഇറാനെ പരിപൂർണമായി തകർക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഇറാൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത്, ഇറാൻ്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും കണ്ടതിനേക്കാൾ വളരെ വലുതാണ്, അല്ലെങ്കിൽ അവരെ അസസ് ചെയ്തതിനേക്കാൾ വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി സംഭവിക്കുന്നത് ഇറാൻ്റെ ശക്തമായൊരു തിരിച്ചടി വരാൻ പോവുകയാണ്. അത് ഗൾഫ് മേഖലയിലും ഇസ്രായേലിലേക്കും ഒക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ട്രംപ് ഇപ്പോൾ പേടിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് 1000 മിസൈലുകളൊക്കെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് ഇറാന് നേരെ തൊടുക്കാൻ എന്ന് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഞാനതിൽ കാണുന്നൊരു കാര്യം എന്താണെന്നറിയോ, ട്രംപ് പറഞ്ഞ വാചകം ഒന്നുകൂടി നമ്മൾ പരിശോധിക്കാം. ഞാൻ കൊല്ലപ്പെട്ടാൽ തിരിച്ചടി കൊടുക്കാൻ, അതായത് കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അതായത് ഞാൻ ഒരിക്കലും എന്നെ കൊല്ലാൻ കഴിയില്ല എന്നല്ല പറയുന്നത്, ഞാൻ കൊല്ലപ്പെടുക. ആരോടാ പറയുന്നത്? ഇറാനോട്. ഈ ഇറാൻ തകർന്നു എന്നാണ് ട്രംപ് താഴേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാം തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാൻ തകർന്നു, ഇറാന്റെ ആയുധങ്ങൾ ബാക്കിയില്ല, ഇറാന് മിസൈൽ ലോഞ്ചിങ് പാഡുകളില്ല, ഇറാനെ ഞങ്ങൾ പരിപൂർണമായി ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്ന അതേ ട്രംപ് ഞാൻ കൊല്ലപ്പെട്ടാൽ, അതായത് ഇറാൻ ചിലപ്പോൾ എന്നെ കൊന്നേക്കും എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. അതെങ്ങനെ ശരിയാവും? എങ്ങനെ എന്ത് വെച്ചിട്ട് ഇറാൻ കൊല്ലും? എന്ത് ആയുധം വെച്ച് കൊല്ലും? ട്രംപ് പറയുന്നത് വെച്ചാണെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, മുഴുവൻ ആയുധങ്ങളും തകർന്നു. ഇല്ല, അങ്ങനെ ഒരു ആയുധങ്ങളും ഇല്ലാത്തൊരു രാജ്യം, പൂർണ്ണമായി തകർന്ന ഒരു രാജ്യം, ട്രംപിന്റെ കാല് പിടിക്കുന്ന ഒരു രാജ്യം, പിന്നെ എങ്ങനെയാണ് ട്രംപിനെ കൊല്ലുക? അപ്പൊ അതിൽ തന്നെ ട്രംപിന് തന്നെ ഒരു വ്യക്തതയില്ലെന്നേ, ഇതിലെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഖസീം സുലൈമാനി എന്ന് പറയുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാളിയായിരുന്നു, അവരുടെ ഏറ്റവും വലിയ കമാൻഡറായിരുന്നു. അദ്ദേഹത്തെ വധിച്ചത് അമേരിക്കയാണ്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അത് വളരെ മിന്നലായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു, ടാർഗറ്റ് ആയിരുന്നു, കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു, കൊല്ലപ്പെട്ടു. അപ്പോൾ ഖസീം സുലൈമാനി കൊല്ലപ്പെട്ട നാൾ മുതൽ തന്നെ ട്രംപ് ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പക്ഷേ അന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് ടൈംസിൽ കഴിഞ്ഞ മണിക്കൂറിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്, ഇനി ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതായത് എനിക്കൊന്നും പറ്റിയിട്ട്, നമ്മളിപ്പോൾ ഒരാൾ അടിച്ചു കൊട്ടി വീണിട്ട് ഞാൻ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണെന്ന് പറയില്ലേ, ഏതാണ്ട് അതേ രീതിയിലാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള അവിടുത്തെ ഒരു മാധ്യമത്തിൽ വന്നിട്ട് ട്രംപ് ഇറാൻ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഇസ്രായേൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിനോട് പൊട്ടം കളിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ട്രംപ് കൊടുത്തത്. ട്രംപിന്റെ പേടിയാണോ ഇനി? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പേടിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ സാഷ്ടാംഗം പ്രണമിക്കൽ ലൈനാണ്. അതായത് എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ പേടിച്ചിട്ടില്ല കേട്ടോ എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് നടത്തുന്ന നാടകമാണ്. പക്ഷെ അതേ ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം അങ്കാറയിൽ നിന്ന് നേരത്തെ തയ്യാറാക്കിയൊരു വിമാനത്തിലല്ലാതെ മറ്റൊരു വഴിക്കാണ് പോകുന്നത്. അത് ചില മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. അതായത് നേരത്തെ തയ്യാറാക്കിയ ഒരു വിമാന നെറ്റ്വർക്ക്, അതിലാണ് അദ്ദേഹം വരേണ്ടത്. പക്ഷേ ഈ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റൂട്ട് മാറ്റുന്നു, അദ്ദേഹത്തിൻ്റെ വാഹനം മാറ്റുന്നു, വിമാനം മാറ്റുന്നു, അത് മൊത്തത്തിൽ മാറ്റിയിട്ട് അദ്ദേഹം പറയുകയാണ് മറ്റേതിന് എന്തോ ചെറിയ തകരാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ട്രംപിനെ സംബന്ധിച്ച് ഒന്നും അംഗീകരിച്ചു കൊടുത്ത ചരിത്രമില്ല. ഇപ്പോൾ പണ്ട് USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ, അല്ലെങ്കിൽ USS ജെറാൾഡ് ഫോർഡ് എന്ന കപ്പലൊക്കെ ഇപ്പോൾ ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഹോർമുസിന് സമീപത്ത് വന്ന് ഒമാനിൽ വന്ന് കിടന്നു. ആ സമയത്ത് പൊടുന്നനെ ഈ കപ്പലുകൾ തിരിച്ചു പോവാണ്. എല്ലാത്തിനും എഞ്ചിൻ തകരാറ് അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാട്, പൊടുന്നനെ കേടുപാടുണ്ടാവും. ഇറാൻ അടിച്ചതാണ്, പക്ഷെ സമ്മതിക്കില്ല. അപ്പോൾ പറയുന്നത് പെട്ടെന്ന് എന്തോ ഒരു തകരാറ് വന്നു, കാറ്റ് മാറി വീശി ഞങ്ങൾ പോവാണ്, ആ ലൈനാണ്. അപ്പോൾ സമ്മതിച്ചു കൊടുത്ത ചരിത്രം, പേടി അംഗീകരിച്ച ചരിത്രം ഒന്നും ട്രംപിനില്ല. ഇപ്പം തന്നെ നോക്കുക, ഇറാൻ്റെ അടി കൊണ്ട് പുളഞ്ഞു നിൽക്കുമ്പോഴും ട്രംപ് പറയുന്നത് ഇറാൻ ഞങ്ങളുടെ കാൽക്കീഴിൽ വീണു, ഇറാൻ ഞങ്ങളുടെ അടുത്ത് വന്നു ചർച്ച ചെയ്തു, എന്നോട് യുദ്ധം നിർത്താൻ അഭ്യർത്ഥിച്ചു, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ അടിക്കും. ഇതാണ് ട്രംപിൻ്റെ ലൈൻ. പക്ഷേ ഇറാൻ പറയുന്നത് അംഗീകരിക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കൂടി ട്രംപ് മനസ്സിലാക്കണം. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധ സാഹചര്യം അത് പൊടുന്നനെ അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് ഗൾഫ് മേഖലയിൽ അറബ് രാജ്യങ്ങൾ വലിയ തോതിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട്
ട്രംപ് ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ, അതിൻ്റെ പ്രത്യാക്രമണങ്ങൾ അതങ്ങനെ തുടരും. കാരണം ട്രംപ് പറയുന്നത് ഇറാനോട് കീഴടങ്ങണം, ഹോർമുസ് തുറന്നു കൊടുക്കണം, അത് സ്വതന്ത്രമാക്കണം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു നിയന്ത്രണം അവിടെ വേണമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാൻ അമ്പിനും വില്ലിനും അടിക്കില്ല. ഇറാൻ പറയുന്നത് പറ്റില്ല, എങ്കിൽ യുദ്ധം എന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങളും അടിക്കും, ഇതാണ് ഇറാനും പറയുന്നത്. അപ്പോൾ അങ്ങനെ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഒരു പക്ഷേ ട്രംപിന് ജീവഹാനി പോലും സംഭവിച്ചേക്കാമെന്ന് തന്നെയാണ് ട്രംപ് പോലും അല്ലെങ്കിൽ ഇസ്രായേൽ പോലും വിലയിരുത്തുന്നത്. പിന്നെ മറ്റൊരു കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് ഇസ്രായേൽ ട്രംപിനെ അപായപ്പെടുത്തിയിട്ട് അത് ഇറാന്റെ തലയിലിടും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കോൺസ്പിറസി കൂടി വരുന്നുണ്ട്. അതെന്താകുമെന്ന് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞതുകൊണ്ടാണ് ട്രംപ് ഇത്രയും വിശ്വസിച്ചതെന്നും പറയുന്നുണ്ട്. അതെ, ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആദ്യമായിട്ടാണ് ട്രംപ് ചാവും എന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് മോനെ സൂക്ഷിച്ചു, പണി വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് ഇതിനു മുന്നേ കുറെ വിടുവായുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിടുവായുത്തങ്ങൾ പറഞ്ഞ് പ്രതിരോധത്തിലാക്കി ഇറാന്റെ അറ്റാക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ ഈ പേടി കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ശരിക്കും ഈ പുലി വരുന്ന പുലി എന്ന് പറഞ്ഞ് അവസാനം പണി മേടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ശരിക്കും ഞാൻ പറയട്ടെ, ഒരു യുദ്ധ സമയത്ത് സാധാരണ നമ്മൾ വളരെ ഗൗരവത്തിൽ വളരെ ആശങ്കയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുക, വായിക്കുക. പക്ഷെ ട്രംപ് വന്നതോടുകൂടി ഇത് കോമഡി ഷോ പോലെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെ ഈ ട്രംപിന്റെ വെല്ലുവിളികൾ പല ചാനലുകളും വലിയ കാർഡാക്കിയിട്ട്, ജനൻ ടി വി ഒക്കെ ഇറാൻ തീർന്നു, ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചു, ജിഹാദികൾ തൊലഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ സംഘി പേജുകളിലൊക്കെ വരും. ഇതിനിടയിൽ ഇവർ തന്നെ വന്നിട്ട് തെറിയാണ്. സംഘപരിവാറുകാർ വന്നത് ഇയാൾക്ക് തലക്കും എല്ലാ സുഖമുണ്ട്, ഇയാൾ എന്താണ് ഈ പറയുന്നതിന് എന്തെങ്കിലും വ്യക്തത വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ പോലും ഇയാളെ വെറുത്തിരിക്കുന്ന അവസ്ഥയാണ്. അമേരിക്കയിൽ പോലും ട്രംപിന്റെ ജനപിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപിനെതിരെ സ്വന്തം പാർട്ടിക്കാർ പോലും വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രംപിന് പൊതുവിൽ നല്ല സമയമല്ല. അതിൻ്റെ കൂടെ ഈ ആക്രമണ ഭീതി അല്ലെങ്കിൽ വധിക്കുമെന്നുള്ള ഭീഷണി കൂടി വന്നതോടെ ട്രംപ് വല്ലാതെ വിറളി പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക്, പിച്ചും പെയ്യും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലുത് മരണഭയമാണ്. മരണത്തെ പേടിയില്ലാത്തവരെ കുഴപ്പമില്ല, പക്ഷെ മരണത്തെ പേടിയുള്ളവരെ സംബന്ധിച്ച് മരണഭീതി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പേടി. അവർ വിറച്ചു പോകും. ഏതാണ്ട് ആ അവസ്ഥയിലാണ് ട്രംപ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനെ കൊണ്ട് കഴിയില്ല, അത് ഇറാനെ കൊണ്ടേ കഴിയൂ. ഇങ്ങനെ വെല്ലുവിളി നടത്തി 1000 ബോംബുകൾ 1000 മിസൈലുകളൊക്കെ ഞങ്ങൾ തയ്യാറാക്കി ഇപ്പോൾ ഇറാനെ അടിക്കും എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും ഭയക്കുന്ന രാജ്യമല്ല ഇറാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ട്രംപ് നടത്തുന്ന വെല്ലുവിളികൾ, ഈ പറയുന്ന വിറളി പിടിച്ചുള്ള കാട്ടിക്കൂട്ടലുകൾ, അതൊക്കെ ട്രംപിന് തന്നെ തിരിച്ചടിക്കും എന്ന് നാം കരുതാൻ.